അതേ മൂത്തവരോട്, പ്രായമുള്ളവരോട്, വലിയവരോട് ബഹുമാനാദരവുകൾ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന്. അത് സമൂഹത്തിലെ തന്നെക്കാൾ മുതിർന്നവരോട് പോലുമുള്ള കടമയാണെങ്കിൽ തൻ്റെ കൂടപ്പിറപ്പിൻ്റെ മുതിർന്ന ആളുകളോടുള്ള കടമയിൽ എത്രത്തോളം അത് പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾക്ക് കാതോർക്കണം. അതേപോലെ തന്നെ ശൂറകൾ നടക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് ഒരിക്കൽ ചോദിക്കപ്പെടുകയാണ്, മാ ഖൈറു മാ ഉഅ്തിയൽ ഇൻസാൻ, ഒരു മനുഷ്യന് നൽകപ്പെടുന്ന ഒരു ഖൈറായ കാര്യം ഏതാണ്? അദ്ദേഹം പല കാര്യങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അഖുൻ ശഖീഖുൻ യസ്തശീറുഹു, തൻ്റെ കാര്യങ്ങളിലൊക്കെ കൂടിയാലോചിക്കാൻ പറ്റാവുന്ന ഒരു മൂത്ത ഇക്കാക്കയുണ്ടാവുക, ഒരു സഹോദരൻ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു നന്മ തന്നെയാണ്. കാരണം ആ കൂടപ്പിറപ്പ് നമ്മെ ചതിക്കില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വേണ്ടയിടത്ത് കൈയൊഴിയില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നന്മയിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ശരികളിലേക്ക് നമ്മെ നയിക്കുമെന്നാണ് നമ്മൾ അറിയേണ്ടത്. തനിക്കിഷ്ടപ്പെടുന്നത് അദ്ദേഹം തനിക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുമെന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സഹാബിയോട് ചോദിക്കുകയാണ്, അതുഹിബ്ബുൽ ജന്ന, നിനക്ക് സ്വർഗത്തിൽ കയറണോ, നിനക്ക് സ്വർഗം കിട്ടണമെന്ന് ഇഷ്ടമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അതാരാണ് ഇഷ്ടപ്പെടാത്തത്? എനിക്കത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഫഅഹിബ്ബ ലിയഖീക, നിന്റെ സഹോദരന് വേണ്ടി നീ ഇഷ്ടപ്പെടണം. മാ തുഹിബ്ബു ലിനഫ്സിക, നീ നിനക്ക് ഇഷ്ടപ്പെടുന്നത്. പൊതുവായ ഒരു തത്വമാണിതെങ്കിലും തൻ്റെ രക്തത്തിൽ പിറന്ന തൻ്റെതായ കൂടെയുള്ള ആ കൂടപ്പിറപ്പായ തൻ്റെ രക്തബന്ധുവായ തന്നേക്കാൾ മൂത്ത തൻ്റെ സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ അപ്പോൾ എത്രത്തോളം അത് ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് എന്നത് ഇതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണല്ലോ. മാത്രമല്ല തൻ്റെ ജ്യേഷ്ഠ സഹോദരനിൽ നിന്നുണ്ടാകുന്ന നന്മകൾക്ക് വിലമതിക്കണം. അതേപോലെ തന്നെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് വിട്ടുപുറത്ത് മാപ്പ് കൊടുക്കുവാൻ തയ്യാറാവണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കൊണ്ട് സൂറത്ത് യൂസുഫ് നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന ഇളയ സഹോദരനോട് മൂത്തവർക്ക് വല്ലാത്ത അസൂയയുണ്ടായി, പകയുണ്ടായി, വിദ്വേഷമുണ്ടായി, കൊല്ലണമെന്ന് വരെ ചിലർക്കൊക്കെ മോഹമുണ്ടായി. അവസാനം കൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ടു. ചരിത്രം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. കൊട്ടാരത്തിലെ മന്ത്രിയായി, ഭക്ഷ്യവകുപ്പ് കഴിയുന്ന സ്ഥാനത്തെത്തിയ അധികാരിയായി, ഉന്നത സ്ഥാനങ്ങളിലെത്തി. സഹോദരങ്ങൾ തൻ്റെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥയോളം എത്തി. ആ സമയത്ത് ഇരു ജ്യേഷ്ഠനാണ്, സഹോദരന്മാരാണെന്ന തിരിച്ചറിവുണ്ടായ ഘട്ടത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രതികാരദാഹിയായി നിലകൊണ്ടിട്ടില്ല. നിങ്ങൾ എൻ്റെ ഇക്കാക്കയാണ്, നിങ്ങളൊക്കെ എൻ്റെ ഇക്കാക്കമാരാണ്, ഞാൻ നിങ്ങളുടെ ഇളയവനാണ് എന്ന തിരിച്ചറിവുണ്ടായപ്പോഴും ആ സഹോദരങ്ങൾ അവസാനം യൂസുഫിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് അബദ്ധം പറ്റി നിന്നോടുള്ള പെരുമാറ്റത്തിൽ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. നിങ്ങളുടെ മേലൊരു പ്രതികാര നടപടിയും ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എന്നോട് ചെറുപ്പത്തിൽ പല നിലക്കും ഇടപെട്ടു എന്നുള്ളതൊന്നും ഞാനിപ്പോൾ അത് ഓർക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങളോട് ഞാൻ പ്രതികാരമെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റാഹിമീൻ, അവൻ ഏറ്റവും കാരുണ്യവാന്മാരിൽ വെച്ച് ഏറെ കരുണ ചെയ്യുന്ന അർഹമുർ റാഹിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുവാനാണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്ക് പാഠമായി വർത്തിക്കുന്നത്. ഇന്നിന്റെ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, രക്തബന്ധങ്ങൾക്ക് വില കാണാത്ത, കുടുംബ ബന്ധങ്ങളെ അകാരണമായി മുറിച്ചു കളയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൂടപ്പിറപ്പുകളോട് ഇളയവരും മൂത്തവരും തമ്മിൽ ബന്ധങ്ങളില്ലാത്ത കാലഘട്ടം, ഒരു ബാധ്യതകളും നിർവഹിക്കാത്ത കാലഘട്ടം, അന്വേഷണങ്ങളില്ല, പരസ്പരം മിണ്ടില്ല. ഭൗതികമായ കാരണങ്ങളാൽ മാത്രമാണത് പലപ്പോഴും. ഊഹങ്ങളാണ് പലതിൻ്റെയും അടിസ്ഥാനം. ആരുടെയൊക്കെയോ ഏഷണികളിൽ പെട്ടതായിരിക്കാം പലപ്പോഴും കാരണങ്ങൾ. മനഃപൂർവമല്ലാതെ സഹോദരന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഏതെങ്കിലും തെറ്റുകളാലായിരിക്കും ഈ ബന്ധവിച്ഛേദനം മുന്നോട്ട് പോകുന്നത്. അവരറിയണം, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം നിഷേധിക്കുന്നവൻ, കുടുംബബന്ധം മുറിച്ചു കളയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇതിനോടൊരു കാര്യം നമ്മൾ ചേർത്തുകൊണ്ട് മനസ്സിലാക്കണം. എത്ര തന്നെ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുവാൻ ശ്രമിച്ചാലും
ആദർശത്തിന്റെ പേരിൽ താഴെയുള്ളവരോട്, സഹോദരങ്ങളോട് മിണ്ടാട്ടം നിർത്തിയവർ, ബന്ധം വിച്ഛേദിച്ചവരൊക്കെ ഉണ്ടാകും. അവരോട് നമുക്ക് നിവൃത്തിയില്ല. അവർ നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ അവരുദ്ദേശിക്കുന്ന ശിർക്കിന്റെ ആദർശത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. അതിന് നമുക്ക് സാധ്യമാകില്ലല്ലോ. അത്തരം കാര്യങ്ങളിൽ നമുക്ക് നിർവാഹമില്ല. പക്ഷേ അത്തരം ഘട്ടങ്ങളിൽ പോലും നിന്റെ മാതാപിതാക്കളായിരുന്നാൽ പോലും, അവർ റബ്ബിനോട് ശിർക്ക് വെക്കുന്നവരായാൽ പോലും, നീ അവരോടെന്ത് ചെയ്യണം? വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫാ, ദുന്യാവിൻ്റെ കാര്യങ്ങളിൽ നീ അവരോട് ചെയ്യുന്ന സഹായ സഹകരണങ്ങളും ബന്ധങ്ങളുമൊക്കെ നീ തുടർന്നു കൊണ്ടേയിരിക്കണം. അതേ അവസരത്തിൽ റബ്ബിന് വെറുപ്പുള്ള കാര്യത്തിൽ ആര് പറഞ്ഞാലും, അത് ബാപ്പയായാലും ഉമ്മയായാലും, അനുസരിച്ചു പോകരുതെന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. ഇതൊക്കെ ഇസ്ലാം കണിശവും കൃത്യവുമായി പറയുന്നത് എന്തിനാ? ബന്ധങ്ങൾക്ക് അത്രത്തോളം വില ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുവാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വക കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ഏറെ ഉണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അത്രത്തോളം സ്ഥാനം കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നതിന് ഇസ്ലാം നൽകുന്നുണ്ട് എന്നർത്ഥം.